we are discussing about stress transformation for a two-dimensional element, and in that case we already derived the expressions for normal stress and shear stress if the axis is rotated above by an angle theta. Okay, so this will be the expression for sigma x dash or sigma normal, and this is the expression for shear stress along that plane x dash y dash എന്നുള്ള പുതിയ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ആണ്. നൗ ഇപ്പം നമ്മൾ ഒരു ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ്, അതിനെ ഏതോ ഒരു ആംഗിളിൽ എക്സ് ഡാഷ് ആക്സിസ് ഒരു തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വരുന്ന എക്സ്പ്രഷൻസ് ആണ് ഇത് രണ്ടും കിട്ടിയത്. സപ്പോസ് ഞാൻ ഈ ഒരു എലമെൻറ്റിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, അല്ലെങ്കിൽ വിവിധ ആംഗിളിൽ പ്ലെയിന് കട്ട് ചെയ്തു എന്ന് വെച്ചു. എക്സ് ഡാഷ്, അടുത്തൊരു എക്സ് ഡബിൾ ഡാഷ്, എക്സ് ട്രിപ്പിൾ ഡാഷ്, അങ്ങനെ പല ആംഗിളിലുള്ള പല ആക്സിസിലുള്ള സിഗ്മ എന്നും ടോ എന്നും കണ്ടുപിടിച്ചു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ എത്തുമ്പം ഈ നോർമൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ മാക്സിമം ആവും. അറ്റ് ദ സെയിം ടൈം ഈ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആവും. ഓക്കെ, ഒരു എലമെന്റ് കിട്ടി, അതിൽ ഒരു ആംഗിളിലുള്ള ഈ എക്സ് ആക്സിസിലുള്ള വാല്യൂ നമുക്കറിയാം. ഞാൻ ആ ആക്സിസിനെ ഒരു തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, പുതിയൊരു എക്സ് ഡാഷ് ആക്സിസ് എടുത്തു, അവിടുത്തെ വാല്യൂസ് സിഗ്മ എന്നും ടോ എന്നും കണ്ടുപിടിച്ചു. എഗെയിൻ വേറൊരു ആംഗിൾ എടുത്തു, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഞാൻ എല്ലാ പോസിബിൾ ആംഗിളിലുള്ള വാല്യൂസും കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ഇഫ് യു ചെക്ക് ഓൾ ദോസ് വാല്യൂസ് at a particular angle, ഒരു particular angle എത്തുമ്പം the value of this normal stress will be maximum and the value of this shear stress will be 0. That particular stress is known as principal stress, or the maximum stress, maximum normal stress, and the corresponding plane is known as principal plane. ഇത് 3-dimensional കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെയിം സംഭവം 2-dimensionally നമ്മളിപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എക്സും ഇനീഷ്യൽ ആക്സിസ്, നമുക്ക് അറിയുന്ന സ്ട്രെസ് കമ്പോണൻസ് അറിയുന്നത് ഈ ആക്സിസിലുമാണ്, എക്സും വൈ ആക്സിസിലാണ്. അതിനെ ഞാനൊരു റൊട്ടേറ്റ് ചെയ്ത് ഒരു തീറ്റ പി എന്നുള്ള ആംഗിൾ എത്തിയപ്പം വാല്യൂ സിഗ്മ 1 എന്നുള്ളത് മാക്സിമമായി. ആൻഡ് അതിലുള്ള ഷിയർ സ്ട്രെസ്, ആക്ച്വലി ഇവിടെ ഷിയർ സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇതാണ് നമുക്ക് അറിയുന്ന കാര്യം. ടോ എക്സ് വൈ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം 0 ആയിപ്പോയി. സിഗ്മ 1 മാത്രമായി, അതേമാതിരി അതിന് 90 ഡിഗ്രിയിൽ ഒരു സിഗ്മ 2 എന്നുള്ള വാല്യൂ മാത്രമായി. ഓക്കെ, ബാക്കി എല്ലാ ഷിയർ സ്ട്രെസ് ടേംസും 0 ആയി. അപ്പോൾ ഇനീഷ്യലി ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട്. സാധാരണ ഒരു ഗീവൺ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇങ്ങനൊരു വാല്യൂസ് നമുക്ക് അറിയാം, സിഗ്മ എക്സ്, സിഗ്മ വൈ, ടോ എക്സ് വൈ, ഇത്രയും വാല്യൂസ് അറിയാം. ദെൻ ഞാൻ ഈ എലമെൻറ്റിനെ ഒരു റൊട്ടേറ്റ് ചെയ്ത് ഒരു തീറ്റ പി എന്നുള്ള ആംഗിൾ എത്തിയപ്പം the value of sigma 1 will be maximum. ഇതൊരു മാക്സിമം സ്ട്രെസ് കിട്ടി, ആൻഡ് സിഗ്മ 2 ഒരു മിനിമം സ്ട്രെസ്, ലോവസ്റ്റ് വാല്യൂ സ്ട്രെസ്സും കിട്ടി. ഓക്കെ, ബാക്കി ഷിയർ സ്ട്രെസ് ടേംസ് ഒക്കെ 0 ആയിപ്പോയി. ഇതിനെ വിളിക്കുന്ന, ഈ സിഗ്മ 1നെയും സിഗ്മ 2നെയും വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, ദീസ് ടു സ്ട്രെസ്സസ് ആർ നോൺ ആസ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സിഗ്മ 1 ഓർ സിഗ്മ 2 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് ഹോൾ റേസ് ടു ഹാഫ്, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ്, ഇങ്ങനെയും പറയാറുണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ എക്സ് വൈ. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഫോർ എ 2-dimensional കേസ്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ്, ഇവിടെ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്മ 1ൻ്റെ വാല്യൂ കിട്ടും. സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ എക്സ് വൈ എന്ന് കിട്ടും. ഇനി ഇവിടെ അതിന് പകരം ഈ മൈനസ് സൈനാണ്, പ്ലസിന് പകരം മൈനസ് സൈനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് വാല്യൂ, മിനിമം വാല്യൂ കിട്ടും. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ എക്സ് വൈ എന്ന് കിട്ടും. സോ ഇതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൻ്റെ ഇക്വേഷൻ. ആൻഡ് ദിസ് തീറ്റ പി, ഈ തീറ്റ പിനെ വിളിക്കുന്ന, ഈ തീറ്റ പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എൻ എക്സ് എൻ വൈ എന്തൊക്കെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെയാണ് പ്രിൻസിപ്പിൾ. ഈ തീറ്റ പി റെപ്രസെൻറ്റ്സ് ദ ഓറിയൻറ്റേഷൻ ഓഫ് പ്രിൻസിപ്പിൾ പ്ലെയിൻ with respect to the given coordinate x and y with respect to the given
coordinates x and y. Okay, now ഈ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടി, ഇതിൻ്റെ ഒരു ഡെറിവേഷൻ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇതും സിമ്പിളാണ്. ഓൾറെഡി 3 ഡയമെൻഷണൽ കേസിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏഗൻ വാല്യൂ പ്രോബ്ലം വെച്ചിട്ട് 3 ഡയമെൻഷണൽ കേസിൽ നമ്മളൊരു ക്യൂബിക്കൽ എക്സ്പ്രഷൻ സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ I1 I2 വാല്യൂസിനും എക്സ്പ്രഷൻസ് നമ്മൾ ഓൾറെഡി ഡിറൈവ്ഡ് ആണ്. സോ അതിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സെഡ് കമ്പോണൻസ് 0 ആക്കിയാൽ മതി. സിഗ്മ സെഡ്, ടോ എക്സ് സെഡ്, ടോ വൈ സെഡ് എന്നുള്ള സാധനങ്ങളൊക്കെ 0 ആക്കി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. സോ ഞാനതാ ജസ്റ്റ് 3 ഡയമെൻഷണൽ കേസും 2 ഡയമെൻഷണൽ കേസും ഇവിടെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഫോർ എ 3 ഡയമെൻഷണൽ കേസ് I1 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ആണ്. ഈ 2 ഡയമെൻഷണൽ ആകുമ്പം ഈ ടേം 0 ആയിപ്പോവും. സോ ഓൺലി സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ I2 ഞാനിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാണ്. ഇതിന് അതേമാതിരി ഡിറ്റർമിനൻറ്റ് ഫോർമാറ്റിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സോ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നോക്കുമ്പം ഇതിൽ സെഡ് ടേം വരുന്നത്, ഇതിൽ സെഡ് ടേം വരുന്നുണ്ട്, ഇതിൽ സെഡ് ടേം ഉണ്ട്, ദെൻ ഇത് പോവും, ഇത് പോവും. ഇത്രയും ടേംസ് പോയിട്ട് ഓൺലി ഇത് മാത്രമേ 2 ഡയമെൻഷണൽ കേസിലുണ്ടാവും. അതാണ് ഞാനിവിടെ എഴുതിയത്. I2 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് സിഗ്മ വൈ മൈനസ് ടോ സ്ക്വയർ എക്സ് വൈ. സിമിലർലി I3 നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ടേംസിലും ഒരു സെഡ് ടേം കമ്പോണൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിഗ്മ സെഡ് വരുന്നതുകൊണ്ട് ഇത് 0 ആയിപ്പോവും. ഇത് ടോ വൈ സെഡ് വരുന്നതുകൊണ്ട് ഈ ടേം 0 ആവും. സോ ടോ സെഡ് എക്സ് വരുന്നതുകൊണ്ട് 0 ആയി. ഇവിടെ സിഗ്മ സെഡ് വരുന്നുണ്ട്, സോ ഇത് 0 ആയി. അഗെയിൻ ഇതും ടോ സെഡ് എക്സ് വരുന്നതുകൊണ്ട് 0 ആവും. സോ I3 വിൽ ബി കംപ്ലീറ്റ്ലി 0. സോ നമുക്ക് ഈ രണ്ട് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, I1ഉം I2. നൗ we already derived the characteristic equation sigma cube is equal to characteristic equation for a 3 dimensional case is equal to sigma cube minus I1 sigma square plus I2 sigma minus I3. ഈ ഇക്വേഷനിൽ 2 ഡയമെൻഷണൽ കേസിൻ്റെ I1 I2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം നിങ്ങൾക്ക് ഫൈനൽ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. I1 I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ടേംസ് ഒക്കെ പുറത്തെടുത്ത് കഴിഞ്ഞ് ഒരു ഇത് ശരിക്ക് ഒരു സിഗ്മ, ഈ സാധനം 0 ആയിപ്പോവും. ഇതൊന്ന് മൊത്തത്തിൽ ഒരു 3 വാല്യൂസിന് സിഗ്മ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സിഗ്മ ഇൻറ്റു സിഗ്മ സ്ക്വയർ മൈനസ് I1 സിഗ്മ പ്ലസ് I2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഇക്വേഷൻ 0 ആയതുകൊണ്ട് രണ്ട് പോസിബിലിറ്റിയാണ്. ടോട്ടൽ ഇക്വേഷൻ 0 ആണ്. രണ്ട് പോസിബിലിറ്റിയാണ്. ഒന്ന് ഇത് ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റ് ടേം ഈസ് ഈക്വൽ ടു 0 ആവണം. സോ ഇത് ഈക്വൽ ടു ഈ ബ്രാക്കറ്റിലുള്ള ടേം ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പം നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഇങ്ങനെ വരും. സിഗ്മ സ്ക്വയർ മൈനസ് I1ന് പകരം സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ എന്ന് വരും, ഇൻറ്റു സിഗ്മ പ്ലസ് I2ന് പകരം സിഗ്മ എക്സ് സിഗ്മ വൈ മൈനസ് ടോ സ്ക്വയർ എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റിക് ഇക്വേഷൻ ആണ്. സിഗ്മേൻ്റെ ടേംസിലുള്ള ഒരു കോൺട്രാക്റ്റിക് ഇക്വേഷൻ ആണ്. നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഇക്വേഷൻ പോലെ തന്നെ. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്നുള്ള ഇക്വേഷനൊക്കെ യൂസ് ചെയ്തിട്ട് കോൺട്രാക്റ്റിക് ഇക്വേഷൻസിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്മ 1 സിഗ്മ 2 എന്ന് പറഞ്ഞിട്ട് രണ്ട് റൂട്ട്സ് കിട്ടും. അതിൽ ഒന്ന് ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും, ഒന്ന് ലോവസ്റ്റ് വാല്യൂ ആയിരിക്കും. ഇത് സിഗ്മ 1നാണ് ജനറലി മാക്സിമം വാല്യൂ കൊടുക്കുക, സിഗ്മ 2 മിനിമം വാല്യൂ ആയിരിക്കും. സോ ഇതിനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പ്രഷനാണ് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുള്ളത്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ള /2a എന്നുള്ള ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡെറിവേഷൻ ഞാൻ ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ദെൻ the root of this equation sigma 1 comma sigma 2 is equal to minus b plus or minus b square minus ഇത് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c ബൈ 2 ടൈംസ് a ചെയ്ത് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ കിട്ടും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സ്പ്രഷനും പഠിച്ചു വെക്കുക. sigma 1 or sigma 2 principal stresses for a 2-dimensional case is sigma x plus sigma y/2 plus or minus root of sigma x minus sigma y/2 whole square plus tau square xy. Clear?
അപ്പം ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അഗെയിൻ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലം അല്ലെങ്കിൽ മോർ സർക്കിളിലൊക്കെ ആവശ്യം വരും. സോ അതൊന്ന് ഓർമ്മിച്ച് വെക്കാം. നൗ ഇപ്പം നമുക്ക് ഈ വാല്യൂ, ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു, ബട്ട് വി ഡോണ്ട് നോ വാട്ട്സ് തീറ്റ പി, ഹൗ ടു കാൽക്കുലേറ്റ് തീറ്റ പി. ഈ തീറ്റ പി എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളെ ടാസ്ക്. ഈ തീറ്റ പി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സിഗ്മ 1ഉം സിഗ്മ 2ഉം എവിടെയാണ് ആക്ട് ചെയ്യുന്നത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് 1ഉം 2ഉം എന്നുള്ള ആക്സിസ്, ഈ രണ്ട് ആക്സിസ് ഫിക്സ് ചെയ്യണമെങ്കിൽ തീറ്റ പി കിട്ടണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ചെയ്തത്, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇതാണ് തുടങ്ങിയ ഇക്വേഷൻ. ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ ഈ ഒരു എലമെൻറ്റിനെ അല്ലെങ്കിൽ ഈ സിഗ്മ പല ഓറിയൻറ്റേഷനിലും വെച്ചിട്ട് മാക്സിമം കിട്ടുന്ന വാല്യൂവിനെയാണ്, ഇതിപ്പം സിഗ്മ എക്സ് ഡാഷ് ആണ്. ഞാൻ ഒന്നുകൂടി മാറ്റി ചെയ്തു. ഇപ്പോൾ സിഗ്മ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാലുള്ള എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 കോസ് 2 തീറ്റ പ്ലസ് ടോ എക്സ് വൈ സൈൻ 2 തീറ്റ. ഇതൊരു തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഉള്ള ഇക്വേഷനാണ്. ഇങ്ങനെ പല ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ആണ് ഈ ഒരു ഇക്വേഷൻ, ഫൈനൽ മാക്സിമം ഹയസ്റ്റ് വാല്യൂ എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്. സോ നമുക്ക് ഈ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആവുന്ന കണ്ടീഷൻ കണ്ടുപിടിച്ചാൽ മതി. ഈ ഇക്വേഷൻ എപ്പോഴാണ് മാക്സിമം ആവുക അല്ലെങ്കിൽ മിനിമം ആവുക എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു എക്സ്പ്രഷൻ, ഒരു വേരിയബിൾ മാക്സിമം ആവുന്ന എപ്പോഴാണ്? അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. സോ ഡെറിവേറ്റീവ് ഓഫ് സിഗ്മ എക്സ് ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ തീറ്റ, അത് 0 ആവുന്ന കേസിലാണ് ഒന്നുമില്ലെങ്കിൽ മാക്സിമം ആവുക അല്ലെങ്കിൽ മിനിമം ആവുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. സോ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇന്നോട്ട് കാൽക്കുലേറ്റ് തീറ്റേൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ദെൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റേനെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ in order to find out the plane corresponding to maximum principal stress or minimum principal stress, we will take sigma derivative of sigma x dash divided by theta. തീറ്റയാണ് വേരിയബിൾ, ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. സോ ഈ എക്സ്പ്രഷനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയിപ്പോവും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുമ്പോൾ cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ -2 ടൈംസ് sin 2 തീറ്റ വരും. അതേമാതിരി sin 2 തീറ്റ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos 2 തീറ്റയാവും. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. 0 ഈസ് ഈക്വൽ ടു -2 ടൈംസ് sin 2 തീറ്റ ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് ടോ എക്സ് വൈ കോസ് 2 തീറ്റ. ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് ടാൻ 2 തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൻ്റെ പ്ലെയിൻ ആയതുകൊണ്ട് ഞാൻ അതിനെ തീറ്റ പി എന്നുള്ളൊരു പുതിയ പേരിട്ട് വിളിച്ചു എന്നേ ഉള്ളൂ. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദ എക്സ്പ്രഷൻ വിൽ ബി ലൈക്ക് ദിസ്: ടോ എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ 2 ടോ എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഒരു ടേം ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ. ഇതിന്ന് ഈ എക്സ്പ്രഷനിൽ നിന്ന് ടാൻ തീറ്റ കണ്ടുപിടിക്കുക. അതിന് പ്രിൻസിപ്പൽ മാക്സിമം വാല്യൂവിൻ്റെ തീറ്റ ആയതുകൊണ്ട്, മാക്സിമം നോർമൽ സ്ട്രെസ്സിൻ്റെ തീറ്റ ആയതുകൊണ്ട് തീറ്റ പി എന്ന് പേരിട്ട് വിളിച്ചു എന്നേ ഉള്ളൂ. സോ ടാൻ 2 തീറ്റ പി ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2. ഓക്കെ, ഇപ്പം നമുക്ക് സിഗ്മ 1 പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും അറിയാം, സിഗ്മ 2ൻ്റെ ഇക്വേഷനും അറിയാം, അത് ആക്ട് ചെയ്യുന്ന തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അറിയാം. അപ്പോൾ ഈ 3 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ കംപ്ലീറ്റ് എല്ലാം, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാം, അതിൻ്റെ ഓറിയൻറ്റേഷൻ ഏത് ആംഗിളിലാണ് അല്ലെങ്കിൽ ഏത് പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് നിങ്ങളെ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പൽ സ്ട്രെസ് ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ സ്ട്രെസ് മീൻസ് ഓർ പ്രിൻസിപ്പൽ പ്ലെയിൻ മീൻസ് വേർ ഷിയർ സ്ട്രെസ് വിൽ ബി 0 ആൻഡ് ദ സ്ട്രെസ് വിൽ ബി, ദ വാല്യൂ ഓഫ് സ്ട്രെസ് വിൽ ബി മാക്സിമം. അപ്പം ഷിയർ സ്ട്രെസ് 0 ആണോ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ, ആ പ്രിൻസിപ്പൽ സ്ട്രെസ്സിലുള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആണ് എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അത് ടോ എക്സ് ഡാഷ് വൈ ഡാഷ് എന്നുള്ളത്, ഇപ്പോൾ ഇത് എക്സ് ഡാഷ് വൈ ഡാഷ് അല്ലെങ്കിൽ ടോ 1ഉം 2 ആണ് പ്രിൻസിപ്പൽ പ്ലെയിൻ എങ്കിൽ ടോ 1 2
അപ്പോൾ ഇതാണ് എലമെൻറ്റ്. നേരത്തെ ഓൾറെഡി ഫിഗർ ഉണ്ട്. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ 1ഉം 2ലും ഈ 1, 2 എന്നുള്ള ആക്സിസിൽ ഈ എലമെൻറ്റിൽ നമ്മൾ ടോ 1, 2 എന്നുള്ള ടേം ഒന്നും കാണിച്ചിട്ടില്ല. സോ അത് കാണിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടോ 1 to 0 ആണ്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യും ടോ 1 to 2 0 ആണ് എന്നുള്ളത്? അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് tan 2θ കിട്ടിയിട്ടുണ്ട്. tan 2θ കിട്ടിയാൽ നമുക്ക് ട്രിഗണോമെട്രിക് അല്ലെങ്കിൽ ട്രയാങ്കിൾ വരച്ചിട്ട് sin 2θp കണ്ടുപിടിക്കാം, cos 2θp കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ tan 2θ means opposite side by adjacent side. So opposite side ഇത് സിഗ്മാൻ്റെ ആക്സിസ് ആണ്, ഇത് ഷിയർ സ്ട്രെസ്സിൻ്റെ ആക്സിസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ടോ എക്സ് വൈ. സോ ഈ ഹൈറ്റ് ആണ്, ഇതാണ് ടോ എക്സ് വൈ. ഈ ലെങ്ത് ഇത് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ആണ്, പോസിറ്റീവ് ഡയറക്ഷനിൽ കാണിക്കുകയാണെങ്കിൽ. ദെൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളാണ് ഒരു ടാൻ തീറ്റൻ്റെ ആംഗിൾ 2θp. ഓക്കെ. സോ ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ രണ്ട് സിഗ്മ വൈ ബൈ ഇതും കിട്ടിക്കഴിഞ്ഞാൽ ഈ തേർഡ് സൈഡും കണ്ടുപിടിക്കാൻ പറ്റും. റൂട്ട് ഓഫ് ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ ചെയ്താൽ തേർഡ് സൈഡും കിട്ടി. സോ ഈ 3 സൈഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിൾ വെച്ചിട്ട് യു ക്യാൻ കാൽക്കുലേറ്റ് sin 2θp. sin 2θp എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇത് വരും. അതേമാതിരി cos 2θp എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. cos 2θpയും sin 2θpയും കിട്ടും. ഈ കിട്ടിയ വാല്യൂസ് എന്ത് ചെയ്യാം? നിങ്ങൾ നേരത്തെ ഡിറൈവ് ചെയ്ത ടോ എക്സ് ഡാഷ് വൈ ഡാഷ് എന്നുള്ള ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ടോ എക്സ് ഡാഷ് വൈ ഡാഷ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ പുറത്തെടുത്തിട്ട് സിഗ്മ എസിൽ സ്റ്റാർട്ട് ചെയ്തു. സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 സൈൻ 2θ പ്ലസ് ടോ എക്സ് വൈ കോസ് 2θ. ഇതാണ് ടോ എക്സ് ഡാഷ് വൈ ഡാഷിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഈ സൈൻ 2θയ്ക്കും കോസ് 2θയ്ക്കും പകരം ഈ വാല്യൂസ് ഇവിടെ കിട്ടിയ നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ ആസ് 0. ഇത് 0 ആയിട്ട് വരും. അതിൻ്റെ മീനിങ് എന്താ? അത് 0 ആയിട്ട് വരിക എന്ന് പറഞ്ഞ മീനിങ് എന്താ? പ്രിൻസിപ്പൽ പ്ലെയിനിൽ θp എന്നുള്ള പ്ലെയിനിൽ ആംഗിളിൽ വരുന്ന പ്ലെയിനിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആണ്. അതാണ് അതിൻ്റെ മീനിങ്. സോ in the case for a principal plane there will be only normal stress. The value of shear stress will be 0. ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. കുറച്ച് ടേംസ് കൺഫ്യൂസിങ് ആയിരിക്കും ആ ഇക്വേഷൻ ഈ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ഈ വീഡിയോ ഒരു 2-3 പ്രാവശ്യം കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിബ്ലർ RC ഹിബ്ലർ പോലുള്ള ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ഹിബ്ലർ ഇതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ you can find out principal stress and its orientation. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കിട്ടി. Then also we checked or we calculated the shear stress, the stress corresponding to the principal axis. Tau 1 to 1 ഉം 2 ആണ് പ്രിൻസിപ്പൽ ആക്സിസ് എങ്കിൽ tau 1 2 എന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പം 0 ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ. സോ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ കാര്യം ഓക്കെ ആയി. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് അതായത് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ എപ്പോഴാണ് മാക്സിമം ആവുക, ഏത് ആംഗിളിലാണ് മാക്സിമം ആവുക എന്നുള്ളതാണ് വെച്ചിട്ടാണ് നമ്മൾ സിഗ്മ 1 സിഗ്മ 2 കണ്ടുപിടിച്ചിട്ടുള്ളത്. സിഗ്മ 1ഉം സിഗ്മ 2ഉം അത് ആക്ട് ചെയ്യുന്ന ആംഗിളും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സിമിലർലി നമുക്ക് ഈ ഷിയർ ഇതെപ്പോഴാണ് മാക്സിമം ആവുക എന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പം എക്സും വൈയും ഉണ്ട്, റൊട്ടേറ്റ് ചെയ്തു, എക്സ് ഡാഷ് വൈ ഡാഷ് കിട്ടി. ഇങ്ങനെ ഇതിപ്പോൾ ഒരു തീറ്റ ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്തത്, തീറ്റ 1ലാണ്.
അതേമാതിരി തീറ്റ 2 റൊട്ടേറ്റ് ചെയ്യാം, തീറ്റ 3 റൊട്ടേറ്റ് ചെയ്യാം, തീറ്റ 4 അങ്ങനെ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ, ഡിഫറെൻറ്റ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം എവിടെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് മാക്സിമം ആവുക, ഇതിൻ്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ്, അത് ഏത് ആംഗിളിലായിരിക്കും, അതിൻ്റെ ഇവിടെ നമ്മൾ തീറ്റ പി എന്ന് വിളിച്ചാൽ മതി, ഇത് ഷിയർ സ്ട്രെസ് ആയതുകൊണ്ട് തീറ്റ എസ് എന്ന് വിളിച്ചു. തീറ്റ എസ് ഏത് ആംഗിളിലായിരിക്കും അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ്, ഇതിനെ പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ് ഒന്നും വിളിക്കില്ല, ഇറ്റ് ഈസ് നോൺ ആസ് മാക്സിമം ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ്. ഇൻ പ്ലെയിൻ എന്ന് വരാൻ കാരണം 2 ഡയമെൻഷണൽ കേസ് ആണ്, പ്ലെയിനിലുള്ള പാരലൽ ആയിരിക്കും, ഷിയർ സ്ട്രെസ് ആയതുകൊണ്ട് പാരലൽ പ്ലെയിനിൽ തന്നെയായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക. സോ ഇതാണ് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണോ ചെയ്തത്, ഇവിടെ മാക്സിമം എങ്ങനെയാണോ കണ്ടുപിടിച്ചത്, അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഈ എക്സ്പ്രഷനെ ഡെറിവേറ്റീവ് ഓഫ് ടോ എന്നിന് പകരം ഞാൻ എക്സ് ഡാഷ് വൈ ഡാഷിന് പേര് കൊടുക്കുക, അതാണ് ഒന്നുകൂടി നല്ലത്. ടോ എക്സ് ഡാഷ് വൈ ഡാഷ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കാൽക്കുലേറ്റ് ദ പ്ലെയിൻ അറ്റ് വിച്ച് ദിസ് ഇക്വേഷൻ ഈസ് മാക്സിമം. ഏത് ആംഗിളിലാണ്, ഏത് തീറ്റ എസിലാണ് വാല്യൂ മാക്സിമം ആവുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു ടാൻ 2 തീറ്റ എസ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ആ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് അതിൽ വാല്യൂസ് എടുത്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോ മാക്സിമത്തിൻ്റെ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻ എക്സ്പ്രഷൻ ഫോർ ടോ മാക്സിമം ഓൾസോ. ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും മാക്സിമം കണ്ടുപിടിക്കാം. ഇപ്പോൾ 2 കേസസ് ആണുള്ളത്. ഒന്ന് സ്ട്രെസ് മാക്സിമം ആവുന്ന കേസ്, സ്ട്രെസ് മാക്സിമത്തിനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്, അത് ആക്ട് ചെയ്യുന്ന പ്ലെയിനെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ സ്ട്രെസ് മീൻസ് നോർമൽ സ്ട്രെസ്. അതേപോലെ ഷിയർ സ്ട്രെസ് മാക്സിമം ആവുന്ന ഒരു കേസ് ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന്ന് ആംഗിൾ കണ്ടുപിടിക്കുക, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ അതും കൂടിയാണ് നോക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഡെറിവേറ്റീവ് ഓഫ് ടോ എക്സ് ഡാഷ് വൈ ഡാഷ് ഡിവൈഡഡ് ബൈ ടി തീറ്റ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഞാൻ കാണിച്ചിട്ടില്ല, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ 2 തീറ്റ എസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ സംഭവം, ഈ എക്സ്പ്രഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സൈൻ 2 തീറ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 2 ടൈംസ് കോസ് 2 തീറ്റ എന്ന് വരും, കോസ് 2 തീറ്റനെ ചെയ്യുമ്പോൾ 2 ടൈംസ് മൈനസ് സൈൻ 2 തീറ്റ എന്ന് വരും. ദെൻ അതിന്ന് ടാൻ 2 തീറ്റ കണ്ടുപിടിക്കാം, ടാൻ 2 തീറ്റ. അതിന് മാക്സിമം വരുന്ന പ്ലെയിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിയർ സ്ട്രെസ് ആയതുകൊണ്ട് ഞാനൊരു തീറ്റ എസ് എന്ന് പേര് വിളിച്ചു. സോ മൈനസ് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ടോ എക്സ് വൈ. അപ്പോൾ ഈ 2 എക്സ്പ്രഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇതും ഒന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടും നെഗറ്റീവ് റെസിപ്രോക്കലാണ്. ഒന്നിൻ്റെ റെസിപ്രോക്കലാണ് മറ്റേത് വിത്ത് എ നെഗറ്റീവ് സൈൻ, അല്ലേ? ടാൻ 2 തീറ്റ പി മീൻസ് ടോ എക്സ് വൈ ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ആണ്. ഇവിടെ അതിന് റെസിപ്രോക്കൽ എടുത്ത് തലതിരിച്ചിട്ടു, സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ടോ എക്സ് വൈ 2 വിത്ത് മൈനസ് സൈൻ. സോ ടാൻ്റെ ആംഗിൾ ഇങ്ങനെയാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ടാൻ്റെ 2 ആംഗിൾ ഉണ്ട്, അത് നെഗറ്റീവ് റെസിപ്രോക്കൽ ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ വെൻ ഈ 2 ആംഗിൾ, അതായത് ഇവിടെ 2 തീറ്റ എസും 2 തീറ്റ പിയും 2 തീറ്റ പിയും 2 തീറ്റ എസും 90 ഡിഗ്രി ഡിഫറൻസ് വരുമ്പോഴാണ്, ഇത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് ടാൻ്റെ വാല്യൂസ് നെഗറ്റീവ് റെസിപ്രോക്കൽ ആവുക. ദാറ്റ് മീൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 തീറ്റ പി ആൻഡ് 2 തീറ്റ എസ് ഈസ് 90 ഡിഗ്രി. ഇങ്ങനെ രണ്ടിൻ്റെ ഇടയിൽ 90 ഡിഗ്രി വരുമ്പം അത് ഒന്നിൻ്റെ റെസിപ്രോക്കൽ ആയിട്ട് മറ്റേത് ആൻസർ വരും. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദ ആംഗിൾ ബിറ്റ്വീൻ തീറ്റ പി ആൻഡ് തീറ്റ എസ് ഈസ്, ഇവിടെ 2 ടൈംസ് ആകുമ്പോഴാണ് 90, സിംഗിൾ തീറ്റ പിയും തീറ്റ എസും എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 45 ഡിഗ്രി. സോ വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? ദ കൺക്ലൂഷൻ ഈസ് ദാറ്റ് പ്രിൻസിപ്പൽ നോർമൽ സ്ട്രെസ് മാക്സിമം വരുന്ന പ്ലെയിനിൽ നിന്ന് 45 ഡിഗ്രി എപ്പാർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ 45 ഡിഗ്രി എവേ ആയിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്ന പ്ലെയിൻ. ഇപ്പം ഒന്നുകൂടി പറയുകയാണെങ്കിൽ, അതായത് ഈ ഒരു പ്ലെയിനിലാണ് സിഗ്മ 1 എന്ന് വിചാരിച്ചോ, ഈ പ്ലെയിനിൽ നിന്ന് ഒരു 45 ഡിഗ്രി, ഇത് ആംഗിൾ ഒരു 45 ഡിഗ്രി പോസിറ്റീവ് ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ.
പോസിറ്റീവായി 45 ഡിഗ്രിയിലായിരിക്കും, ഈ ഒരു പ്ലെയിനിലായിരിക്കും ടോ മാക്സിമം വരിക. ഓക്കെ, സോ ഇത് തീറ്റ പിൻ്റെ ആംഗിളും, ഇതാണ് ഇനീഷ്യൽ എക്സ് ആക്സിസ്, ഇതാണ് തീറ്റ പി. ഈ രണ്ട് ആംഗിൾ, തീറ്റ പിൻ്റെ ആംഗിളും തീറ്റ എസിൻ്റെ പ്ലെയിനും, തീറ്റ പി പ്ലെയിൻ, ഇതാണ് തീറ്റ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിന്, ഇതാണ് തീറ്റ എസിൻ്റെ പ്ലെയിന്. അത് രണ്ടും എപ്പോഴും 45 ഡിഗ്രി അപ്പാർട്ടായിരിക്കും. ഓർമ്മിച്ച് വെച്ചാൽ മതി, ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞു എന്നാണ്. സോ ടാൻ 2 തീറ്റ എസ് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്ന് സൈൻ ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ട് സൈൻ 2 തീറ്റ എസും കോസ് 2 തീറ്റ എസും കണ്ടുപിടിക്കും. അത് നമ്മൾ നേരത്തെ ടോ എക്സ് ഡാഷ് വൈ ഡാഷ് അല്ലെങ്കിൽ ടോ എന്നിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ നമ്മൾ ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോ മാക്സ്. ഓക്കെ, ടോ മാക്സ് ആയിട്ട് എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കേസ് കൺസിഡർ ചെയ്ത് നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിലും എടുക്കാം, അതേപോലെ നെഗറ്റീവ് ഡയറക്ഷനിലും ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടിയ ആംഗിൾ ടാൻ 2 തീറ്റ എസ് മീൻസ് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഡിവൈഡഡ് ബൈ ടോ എക്സ് വൈ ആണ്. ഇതൊന്ന് ട്രയാങ്കിൾ വരച്ചു നോക്കാം. ഈ ട്രയാങ്കിൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി. മൈനസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ, ഇതാണ് മൈനസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2, ദെൻ പ്ലസ് ടോ എക്സ് വൈ ഇതെടുത്തു. ദെൻ ഈ ആംഗിളാണ് 2 തീറ്റ എസ്, ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, മൈനസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടോ എക്സ് വൈ. ഇവിടുത്തെ ഈ ആംഗിൾ കിട്ടി. അപ്പോൾ ഇതിന്ന് ഈ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും, റൂട്ട് ഓഫ് ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ. സോ അത് വെച്ചിട്ട് നമുക്ക് സൈൻ 2 തീറ്റ എസും കോസ് 2 തീറ്റ എസും കണ്ടുപിടിക്കാം. when the values of sin 2 theta s and cos 2 theta s are substituted in this equation. അല്ല, ഇതിന് മുമ്പ് ഇവിടെ കണ്ടുപിടിക്കണം. അതായത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ 2 തീറ്റ എസും കോസ് 2 തീറ്റ എസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ഇത്. ദ മാക്സിമം വാല്യൂ ഓഫ് ടോ മാക്സ് ഈസ് ഈക്വൽ ടു ഇതെന്ന്. ഇപ്പോൾ ഇത്രയേ ചെയ്തുള്ളൂ. സൈൻ 2 തീറ്റ എസും കണ്ടുപിടിക്കാം, കോസ് 2 തീറ്റ എസും കണ്ടുപിടിക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടോ എക്സ് ഡാഷ് വൈ ഡാഷ് എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂസ് ഇൻ ടോ എക്സ് ഡാഷ് വൈ ഡാഷ് ആൻഡ് സിംപ്ലിഫൈ, ദെൻ യു വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദിസ് വൺ. ഇത് നോക്കുകയാണെങ്കിൽ നേരത്തെ സിഗ്മ അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലത്തെ ടേമാണ്. ഇതിലെ ഈ ടേമാണ് ശരിക്ക് ടോ മാക്സ് ആയിട്ട് വരിക. ടോ മാക്സ് എന്നുള്ള ടേം വരും. ഓക്കെ, സോ ടോ മാക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. അത് ഇവിടെ കാണിച്ചു എന്നുള്ളത്. തീറ്റ എസ് റൊട്ടേറ്റ് ചെയ്തു, എക്സ് ഡാഷ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ടോ മാക്സ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഒരു പരിപാടി, നമുക്ക് നേരത്തെ നമ്മൾ സിഗ്മ 1ഉം സിഗ്മ 2ഉം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ വരുന്ന ടോ എക്സ് ഡാഷ് വൈ ഡാഷ് ടോ 1 2 എന്താണെന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 0 ആക്കി കിട്ടി. ഇവിടെ അതേപോലെ നമ്മളിപ്പം ചെയ്തത് ടോ മാക്സ് കണ്ടുപിടിച്ചു. ടോ മാക്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വരുന്ന സ്ട്രെസ്, നോർമൽ സ്ട്രെസ് എന്താ വാല്യൂ വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അത് 0 ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടുത്തെ ഈ ഒരു ഇക്വേഷനിൽ ഇതാണ് ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ മാക്സിമം ആക്കിയത്. ടോ മാക്സ് ആണ് കണ്ടുപിടിച്ചത്. ഇനി ഈ ടോ മാക്സിൻ്റെ പി ഈ തീറ്റ കൊടുക്കുമ്പോൾ, തീറ്റ എസ് ഇതൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഈ നോർമൽ സ്ട്രെസ് എന്തായിട്ട് മാറും എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ നേരത്തെ നമ്മൾ സൈൻ 2 തീറ്റ എസും കണ്ടുപിടിച്ചു, കോസ് 2 തീറ്റ എസും കണ്ടുപിടിച്ചു. ആ രണ്ട് വാല്യൂ എടുത്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഇത് ഇനി 0 ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് രണ്ട് ടേമും ക്യാൻസൽ ചെയ്തു 0 ആയിപ്പോൾ ഓൺലി ഈ ടേം മാത്രം റിമെയിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, അപ്പോൾ ഞാൻ ഒരു പ്ലെയിൻ ഉണ്ട്, അതിനെ ഇങ്ങനെ എങ്ങനെയെങ്കിലും റൊട്ടേറ്റ് ചെയ്തു, ഒരു തീറ്റ എസ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തപ്പം ഷിയർ സ്ട്രെസ് ഈ വാല്യൂ മാക്സിമായി, ടോ മാക്സ് കിട്ടി. പക്ഷേ അതിൻ്റെ കൂടെ ആ പ്ലെയിനിൽ ഒരു നോർമൽ സ്ട്രെസ്സും കൂടി ഉണ്ടാവും. നോർമൽ സ്ട്രെസ് ഈ മാക്സിമം
ഷിയർ സ്ട്രെസ്സിൽ ഇവിടെ മാക്സിമം ആകുമ്പോൾ ഇത് 0 ആവില്ല, പകരം ഒരു ആവറേജ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 എന്നുള്ളൊരു വാല്യൂ അതിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ കേസിൽ നോർമൽ സ്ട്രെസ് ഈസ് നോട്ട് 0, ഇറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ, ഇറ്റ് ഈസ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ തീറ്റ എസ് ഇവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും 0 ആയി പോകും. ഫൈനലി യു വിൽ ഗെറ്റ് സിഗ്മ ആവറേജ്. അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ, ഇവിടെ ഇത് മാക്സിമം ടോ മാക്സ് ആണ്, ടോ എക്സ് ഡാഷ് വൈ ഡാഷ് മാക്സിമം ഇൻ പ്ലെയിൻ ആണ്, അതിൻ്റെ കൂടെ ഒരു നോർമൽ സ്ട്രെസ്സും കൂടി കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിലെ ഫൈനൽ ഇത്രയും പോയിന്റ്സ് ആണ് സ്ട്രെസ് ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഞാൻ ഇതിൻ്റെ ഡെറിവേഷൻ അങ്ങനെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചിട്ടില്ല, ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി. ദെൻ സെക്കൻഡ് പറയാൻ കാരണം ഡെറിവേഷൻ നിങ്ങൾ ഈ ഇതിൽ സ്ട്രെസ് ട്രാൻസ്ഫോർമേഷന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ സിലബസിൽ മോർ സർക്കിളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിന് അത്ര ഇമ്പോർട്ടൻറ്റ്, ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. ഈ സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനൊക്കെ കൺസെപ്റ്റ് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ കൺസെപ്റ്റ് വൈസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. നമുക്ക് മോർ സർക്കിളാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ബട്ട് മോർ സർക്കിളിൽ ഈ ഇക്വേഷൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. മോർ സർക്കിളിൻ്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഐഡിയ കൺസെപ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഇക്വേഷൻ, ഈ ഒരു സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ്റെ കൺസെപ്റ്റ് ആവശ്യമുള്ളതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ തന്നേ ഉള്ളൂ. സോ സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ പോർഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ലോണം റെഫർ ചെയ്യുക. ഞാൻ അത്ര ഡീപ്പായിട്ട് എടുത്തിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് ആണ് ഓർമ്മിച്ച് വെക്കാനുള്ളത്. ഇത് ഇക്വേഷൻസും കൂടെ ഇക്വേഷൻസ്. ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് റെപ്രസെൻറ്റ്സ് ദ മാക്സിമം ആൻഡ് മിനിമം നോർമൽ സ്ട്രെസ് അറ്റ് എ പോയിന്റ്. നമുക്കറിയാം സിഗ്മ 1 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് കൊടുത്തത് സിഗ്മ 1ഉം സിഗ്മ 2 ആണ്. ഒന്ന് മാക്സിമം ആയിരിക്കും, മറ്റേത് മിനിമം ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് റെപ്രസെൻറ്റ് ദ മാക്സിമം ആൻഡ് മിനിമം നോർമൽ സ്ട്രെസ് അറ്റ് ദ പോയിന്റ്. നോർമൽ സ്ട്രെസ് ആണ്. വെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ when the state of stress is represented by the principal stresses, no shear stress will act on that element. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ കേസിൽ ഇങ്ങനെ ഈ രണ്ട് സ്ട്രെസ്സും വരുന്ന പ്ലെയിനിൻ്റെ മുകളിൽ ടോ 1 2 എന്നുള്ള സാധനം എപ്പോഴും 0 ആയിരിക്കും. പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പം നോർമൽ സ്ട്രെസ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് പ്രിൻസിപ്പൽ എന്ന് പേര് വരാൻ കാരണം. പ്രിൻസിപ്പൽ സ്ട്രെസ് മീൻസ് ആ ഒരു ഇതിൽ വേറെ ആരുമില്ല, ആ ഒരു പൊസിഷനിൽ സ്ട്രെസ് നോർമൽ സ്ട്രെസ് മാത്രമേ, ഷിയർ സ്ട്രെസ് വിൽ ബി 0. Then the third point is the state of stress at a point can also be represented in terms of maximum in plane shear stress. In this case, an average normal stress will also act on that element. ഇപ്പോൾ നമ്മൾ ഇവിടെ മാക്സിമം നോർമൽ സ്ട്രെസ് കണ്ടുപിടിച്ച പോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ മാക്സിമം ഷിയർ സ്ട്രെസ്സിന് ഇക്വേഷൻ ഉണ്ട്. ബട്ട് മാക്സിമം ഷിയർ സ്ട്രെസ് വരുമ്പം നോർമൽ സ്ട്രെസ് 0 അല്ല, ഒരു ആവറേജ് നോർമൽ സ്ട്രെസ് അതിൻ്റെ കൂടെ എപ്പോഴും അക്കമ്പനി ചെയ്യും, മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ കൂടെ. അത് ഓർമ്മിച്ച് വെക്കുക. അതുകൊണ്ടാണ് ഇതിന് നമുക്ക് പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ് എന്നുള്ള പേര് കൊടുക്കാത്തത്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ അത് എലോൺ ആണ്, അതിൻ്റെ കൂടെ വേറെ ആരുമില്ല. പക്ഷേ ഇവിടെ ഇത് പ്രിൻസിപ്പൽ അല്ല, ഇത് മാക്സിമം ആണ്. ബട്ട് അതിൻ്റെ കൂടെ നോർമൽ ഒരു ആവറേജ് സ്ട്രെസ്സും കൂടി ആ പ്ലെയിനിൽ തന്നെ വരും. ഓക്കെ, ദാറ്റ്സ് ദ തേർഡ് പോയിന്റ്. Then the fourth point is the element represent the maximum in plane shear stress with the associated average normal stress is oriented 45 degree from the element representing the principal stress. ഞാൻ നേരത്തെ പറഞ്ഞു തീറ്റ പിയും തീറ്റ എസും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 45 ഡിഗ്രി ആയിരിക്കും. തീറ്റ പി ദ പ്രിൻസിപ്പൽ പ്ലെയിൻ, പ്രിൻസിപ്പൽ നോർമൽ സ്ട്രെസ്സും പ്രിൻസിപ്പൽ മാക്സിമം ഷിയർ സ്ട്രെസ്സും തമ്മിലുള്ള ആംഗിൾ. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ടാൻ 2 തീറ്റ പിയും ടാൻ 2 തീറ്റ എസും നെഗറ്റീവ് റെസിപ്രോക്കൽസ് ആണ്. ഇത് തമ്മിൽ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ്. അത് ഇങ്ങനെ നെഗറ്റീവ് റെസിപ്രോക്കൽ വരുന്നത് ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ്. 90 ഡിഗ്രി ആകുമ്പോഴാണ് ടാൻ 90 ഡിഗ്രി മീൻസ് 2 തീറ്റ ആംഗിൾ. ഈ 2 തീറ്റ എന്നുള്ളത് 90 ഡിഗ്രി അപ്പാർട്ട് ആകുമ്പോഴാണ് നെഗറ്റീവ് റെസിപ്രോക്കൽ ആവുന്നത്. അല്ലെങ്കിൽ തീറ്റ പി എന്നുള്ളതും തീറ്റ എസും തമ്മിൽ 45 ഡിഗ്രി അപ്പാർട്ട് ആകുമ്പോഴാണ് നെഗറ്റീവ് റെസിപ്രോക്കൽ വരുന്നത്. സോ ദാറ്റ് മീൻസ് വി ക്യാൻ കൺക്ലൂഡ് ദ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് പ്ലെയിനും
ഷിയർ സ്ട്രെസ് മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിനും തമ്മിൽ 45 ഡിഗ്രി ആംഗിൾ ഡിഫറൻസ് ആണ് ഉണ്ടാവുക എപ്പോഴും. ഓക്കെ, സോ ഇത്രയുമാണ് സ്ട്രെസ് ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ മോർ സർക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹൗ ടു ഡ്രോ മോർ സർക്കിൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മോഡ്യൂളിൽ മോർ സർക്കിളിൽ ഒരു പ്രോബ്ലം 99% ഷുവറാണ്. അത് അവർ വരയ്ക്കാനും എളുപ്പമാണ്. ഒരു പ്രത്യേക പ്രൊസീജിയർ ഫോളോ ചെയ്ത് ആ പ്രൊസീജിയറിൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മോർ സർക്കിൾ വരയ്ക്കാൻ പറ്റും. സോ മോർ സർക്കിൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഇതുവരെയുള്ള ഇക്വേഷൻസ്, ഇത്രയും ഇക്വേഷൻസ് ഒന്ന് നോക്കിയിട്ട് വരിക. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇക്വേഷൻസ് മാത്രം ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ആവശ്യമുള്ളത് ഈ രണ്ട് ഇക്വേഷൻ. ഫസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഇക്വേഷൻ ഒന്ന് ഇത്, സെക്കൻഡ് ഇത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ ഇതാണ് നമുക്ക് അടുത്ത് വേണ്ട ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ദെൻ ഇതൊന്നും വേണ്ട, ഇത് ആവശ്യമാണ്. ഇക്വേഷൻ 4, ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ ഇത് കിട്ടും, ഇക്വേഷൻ 5 കിട്ടും. ദെൻ അടുത്ത ഇക്വേഷൻ ഇത്. പക്ഷേ ഇത് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമാണ്. ഇത് നേരത്തെ സിഗ്മ 1ൻ്റെ ഇതാണ്. ഇക്വേഷൻ 6 നേരത്തെ സിഗ്മ 1 സിഗ്മ 2ൻ്റെ ഇക്വേഷൻ. സിഗ്മ 1 സിഗ്മ 2 പറഞ്ഞാൽ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ ടേമാണ്. അപ്പോൾ നേരത്തെ നോർമൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ബ്രാക്കറ്റിൽ വരുന്ന ടേമാണ്, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ടേമാണ് ടോമാക്സിൻ്റെ ഇക്വേഷൻ. സോ ഒന്ന് പഠിച്ചാൽ നമുക്ക് ഈ ഒരു കണക്ഷൻ ഓർമ്മിച്ച് വെച്ചാൽ ഇതും ഓർമ്മിക്കാൻ പറ്റും. സോ ടോമാക്സ് കിട്ടി. സോ ഇത്രയും ഈ 6 ഇക്വേഷനും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അത് എങ്ങനെ കിട്ടി എന്നുള്ള ഒരു ബേസിക് ഐഡിയയും മനസ്സിൽ വെക്കുക. കഴിഞ്ഞാൽ നമുക്ക് മോർ സർക്കിളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ.